തീയതിയിൽ കഴിഞ്ഞ കാലത്തിന്റെ നാൾ വഴികളിലെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ച് ഒരു ലഘു വിവരണം. ഇന്നലകളിൽ ഇന്ന്. ഏപ്രിൽ 11 സാമൂഹ്യനീതി, ലോകസമാധാനം, മനുഷ്യരുടെ അന്തസ്സ് എന്നിവയെ പ്രകീർത്തിപ്പെടുത്തുന്ന അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ILO സ്ഥാപിതമായി. ലീഗ് ഓഫ് നേഷൻസിന്റെ കീഴിൽ സ്ഥാപിതമായ ഈ സംഘടന നിലവിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു ഏജൻസിയായാണ് പ്രവർത്തിക്കുന്നത്. സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് ആസ്ഥാനം. 1969 രാജ്യങ്ങൾക്കിടയിൽ സാഹോദര്യവും സമാധാനവും മെച്ചപ്പെടുത്തുന്നതിനും തൊഴിലാളികൾക്ക് മാന്യമായ ജോലിയും നീതിയും പിന്തുടരുന്നതിനും മറ്റു വികസന രാജ്യങ്ങൾക്ക് സാങ്കേതിക സഹായം നൽകുന്നതിനും ILOയ്ക്ക് നോബൽ സമാധാന സമ്മാനം ലഭിച്ചു. ഓർഗനൈസേഷനിൽ 187 അംഗങ്ങളാണുള്ളത്. ഐക്യരാഷ്ട്രസഭയിലെ 193 അംഗങ്ങളിൽ 186 എണ്ണവും ILOയിൽ അംഗങ്ങളാണ്. നിർബന്ധിത തൊഴിൽ വിരുദ്ധ പോരാട്ടം ILO അതിന്റെ പ്രധാന മുൻഗണനകളിലൊന്നായി കണക്കാക്കിയിട്ടുണ്ട്. മിനിമം വേതനം നിശ്ചയിക്കുന്നതിനുള്ള തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി മിനിമം വേതന നിയമം സൃഷ്ടിച്ചു. 1998 86ാമത് അന്താരാഷ്ട്ര തൊഴിലാളി സമ്മേളനം ജോലി സ്ഥലത്തെ അടിസ്ഥാന തത്വങ്ങളും അവകാശങ്ങളും സംബന്ധിച്ച പ്രഖ്യാപനം അംഗീകരിച്ചു. ഈ പ്രഖ്യാപനത്തിൽ 4 അടിസ്ഥാന നയങ്ങൾ അടങ്ങിയിരിക്കുന്നു. സ്വതന്ത്രമായി സഹവസിക്കാനും കൂട്ടായി വിലപേശാനുമുള്ള തൊഴിലാളികളുടെ അവകാശം, നിർബന്ധിതമായ തൊഴിൽ അവസാനിപ്പിക്കൽ, ബാലവേലയുടെ അവസാനം, തൊഴിലാളികൾക്കിടയിലെ അന്യായമായ വിവേചനം അവസാനിപ്പിക്കൽ. ഈ തത്വങ്ങളെ പൂർണ്ണമായി മാനിക്കുന്നതിനായി പ്രവർത്തിക്കാൻ അതിന്റെ അംഗങ്ങൾക്ക് ബാധ്യതയുണ്ടെന്ന് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്ന ILO ഉറപ്പിച്ചു പറയുന്നു.